കരിപ്പൂരിൽ വിമാനം വൈകിയ യാത്രക്കാർ പ്രതിസന്ധിയിലായി. ഇന്നലെ രാത്രി 11:45 പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം ഇനിയും പുറപ്പെട്ടിട്ടില്ല. 70-ലധികം യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഷൗട്ട് ചെയ്തിട്ടില്ല. ലൈക്ക് നിങ്ങൾ എല്ലാവരും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ എനിക്ക് കോഡിങ് ഒരു തവണയും കൂടി എടുത്തു എനിക്ക് പുറത്തുള്ള സ്റ്റേ നിങ്ങൾ സെറ്റ് ചെയ്ത് തരണം. അല്ലെങ്കിൽ എനിക്ക് ഡോക്ടറെ കാണിക്കാനുള്ള സെറ്റ് ചെയ്ത് തരണം. CK വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും. CK, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇത്രത്തോളം യാത്രക്കാർ അവർ വലിയ പ്രതിസന്ധിയിലാണ്. കൃത്യമായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇവർ സംസാരിക്കുന്നുണ്ടോ ഈ യാത്രക്കാരോട്? പകരം സംവിധാനമൊന്നും ഒരുക്കാൻ ഇതുവരെയും ഒരു നടപടിയും ആയിട്ടില്ലേ? പൂജ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്താണ് കാരണമെന്ന് ഇവർ ഇതുവരെയായും ഈ യാത്രക്കാരോട് തുറന്നു പറയുന്നില്ല. ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവർ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള തർക്കം. ഇന്നലെ രാത്രി 11:45 പുറപ്പെടേണ്ടതാണ്. ആ സമയമാകുമ്പോഴേക്കും രാത്രി 2 മണിക്ക് പുറപ്പെടും എന്ന് പറഞ്ഞു. പിന്നീട് അത് അനിശ്ചിതമായി ഇപ്പോൾ നീളുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് എവിടെയെങ്കിലും താമസിക്കാനും മറ്റും ഹോട്ടലുകളിലേക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ. 70-ലധികം യാത്രക്കാരാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഈ വിമാനത്താവളത്തിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ 8 മണിക്ക് പുറപ്പെടേണ്ട വിമാനത്തിലേക്കുള്ള ഔട്ട് പാസും സെക്യൂരിറ്റി പാസ് വരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബോർഡിംഗ് പാസ് കിട്ടിയ അവരും ഇതുപോലെ തന്നെ പ്രതിസന്ധി നേരിടുകയാണ്. ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇതിപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്ന സമയത്ത് വിമാനങ്ങൾ വൈകുന്നത് ഒരു പതിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോഴും യാത്രക്കാരുടെ ഈ അനിശ്ചിതത്വം മാറിയിട്ടില്ല.